വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, CH ബൈപ്പാസ്, വണ്ടൂർ. നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു. ISI നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ പൈപ്പുകൾ ഉപയോഗിച്ച് കുഴൽക്കിണറുകൾ. ടീന ബോർവെൽസ്, പാണ്ടിക്കാട്, പെരിന്തൽമണ്ണ, കൊപ്പം. നാഷണൽ ഹെൽത്ത് മിഷൻ മുഖേന നിയമിച്ച ആരോഗ്യ പ്രവർത്തകർക്ക് ശമ്പളം വൈകുന്നതിൽ പ്രതിഷേധവുമായി ജീവനക്കാർ. വിവിധ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് NHM എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. കേരളത്തിലെ 13,000-ഓളം വരുന്ന NHM ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് 2.5 മാസം പിന്നിട്ട സാഹചര്യത്തിലാണ് പ്രതിഷേധവുമായി ജീവനക്കാർ രംഗത്തെത്തിയിട്ടുള്ളത്. 2023 ജൂൺ മാസത്തിൽ ശമ്പള വർധന ഉത്തരവ് വന്നെങ്കിലും പുതുക്കിയ ശമ്പളമോ അതിന്റെ കുടിശ്ശിക പോലുമോ ഇതുവരെ ജീവനക്കാർക്ക് ലഭിച്ചിട്ടില്ല. നിത്യവും ജോലിസ്ഥലത്തേക്ക് പോവുക, ജോലിയുടെ ആവശ്യത്തിനായുള്ള മറ്റു യാത്രകൾ, കുടുംബച്ചെലവ് എല്ലാം ജീവനക്കാർ കടമെടുത്ത് നടത്തേണ്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഈ വിഷയങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് NHM എംപ്ലോയീസ് യൂണിയൻ CATU നിരവധി ശ്രമങ്ങളും സമരങ്ങളും നടത്തിയെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ മുഴുവൻ ജില്ലകളിൽ ജില്ലാടിസ്ഥാനത്തിലും പ്രധാന ആശുപത്രികൾ, ആരോഗ്യ ബ്ലോക്ക് ആശുപത്രികൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പരിപാടികൾ നടത്തുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു. വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ നടന്ന പ്രതിഷേധ പരിപാടിയിൽ വണ്ടൂർ ആരോഗ്യ ബ്ലോക്കിലെ 50-ലധികം ജീവനക്കാർ പങ്കെടുത്തു. നിലവിലെ സാഹചര്യത്തിൽ ഫീൽഡ് സംബന്ധമായ എല്ലാ പരിപാടികളും നിർത്തിവെക്കാൻ യൂണിയൻ ആവശ്യപ്പെട്ടിരിക്കുകയാണെന്നും നിലവിലെ സാഹചര്യം ഇനിയും തുടർന്നാൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരളത്തിലെ 14,000-ഓളം വരുന്ന NHM ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ട് ഇന്നേക്ക് നമ്മൾ 75 ദിവസം പിന്നിടുകയാണ്. അപ്പോൾ ഞാനടക്കമുള്ള ഈ നിൽക്കുന്ന പലരും നല്ല എല്ലാവരും തന്നെ നമ്മൾ ജോലിക്ക് വരാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. കാരണം പല സ്ഥലത്തു നിന്നും കടം മേടിച്ചും അതുപോലെ തന്നെ പണയം വെച്ചും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു പ്രതിഷേധം മാത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും ഈ ഒരു സ്ഥിതി തുടർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. കാരണം കഴിഞ്ഞ ജൂൺ 2023 മുതൽ നമുക്ക് ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കുടിശ്ശിക പോലും നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. കാരണം നിലവിലെ ഈ സ്ഥിതി തുടർന്നു പോവുകയാണെങ്കിൽ പലരും പല ബുദ്ധിമുട്ടിലേക്കും പോകേണ്ടതായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനിയും മുന്നോട്ട് പോയാൽ നമുക്ക് ഒരു അനിശ്ചിതകാല സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എന്തെങ്കിലും ഒരു നടപടി വേഗം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. യൂണിയൻ ഏരിയ സെക്രട്ടറി ജിതേഷ്, PRO അബ്ദുൾ മജീദ്, ഡോക്ടർ അനീസ്, ഡോക്ടർ രമാദേവി, ഡോക്ടർ ഹസ്ന അലി, സന്ദീപ്, ബിന്ദുജ, രാജശ്രീ എന്നിവർ നേതൃത്വം നൽകി. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ. ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ, പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ.